വളരെ അപ്രതീക്ഷിതമായി ആലപ്പുഴ നാദം ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ പൂക്കായ് സാർ ഒരു പുസ്തകം നൽകുകയുണ്ടായി. തിരക്കേറിയതിനാൽ ഉടനെയൊന്നും വായിക്കാൻ സാധിച്ചില്ല. പുസ്തകം കിട്ടി ഏറെ നാൾ കഴിഞ്ഞാണ് അതൊന്ന് വായിക്കാൻ അവസരമുണ്ടായത്. പുസ്തകം നൽകിയപ്പോൾ ജോൺ പൂക്കായ് സാർ പറഞ്ഞൊരു വാക്കുണ്ട്, നീ മനസ്സിരുത്തി ഇതൊന്ന് വായിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ തന്നെ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. സാധാരണ പുസ്തകങ്ങൾ നൽകുമ്പോൾ സാർ അങ്ങനെ പറയാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നൽകിയപ്പോൾ അങ്ങനെ പറഞ്ഞത്? എങ്കിലും സമയമെടുത്ത് വായിക്കാൻ. ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ പുസ്തകമല്ലായിരുന്നു അത്. ജീവിതത്തിൽ അദ്ദേഹം പിന്നീട് ഒരു പുസ്തകം എഴുതിയതായിട്ടും അറിവില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം, എന്താണോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, ജോൺ പൂക്കായ് സാർ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന്. എങ്കിലും സന്തോഷത്തോടെ പുസ്തകം ഏറ്റുവാങ്ങി വായിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. പക്ഷേ ജോലി തിരക്കും വായിക്കാൻ വേറെ പുസ്തകങ്ങൾ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടും പൂക്കായ് സാർ തന്ന പുസ്തകം വായിക്കാൻ സമയമെടുത്തു. പക്ഷേ വായിക്കാനിരുന്നപ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല, വല്ലാത്തൊരനുഭവം. കാരണം ഇതൊരു നോവലോ നാടകമോ യാത്രാ വിവരണമോ ചെറുകഥയോ കവിതാ സമാഹാരമോ ഒന്നും ആയിരുന്നില്ല. പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആത്മകഥയെന്ന്. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി, ആത്മകഥയെന്ന് പേരുണ്ടെങ്കിലും ഇത് മറ്റൊരാളാൽ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരു ആത്മകഥയെന്നോ ഒരു ജീവചരിത്രമെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പറയപ്പെടുന്ന വ്യക്തി ഇന്നും നമുക്കിടയിൽ ജീവനോടെ ഇരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒറ്റവാക്കിൽ, സാത്താൻ്റെ മനസ്സുണ്ടായിരുന്ന, സാത്താൻ്റെ ചിന്തകളാൽ ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, എന്നാൽ എങ്ങനെയോ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തി. ആ മനുഷ്യൻ്റെ ജീവചരിത്രമാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ആത്മകഥയാണ് എനിക്ക് വായിക്കാൻ തന്നത്. ആരാണ് ആ വ്യക്തി? ഭോഗതൃഷ്ണയാൽ കൊലപാതകം ചെയ്ത് ദൈവകോപം ക്ഷണിച്ചു വരുത്തിയ ദാവീദ് രാജാവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി നാഥാൻ ഇങ്ങനെ പ്രതികരിച്ചു, ആ മനുഷ്യൻ നീ തന്നെ. ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരംഭത്തിൽ പറഞ്ഞ പോലെ ഇതൊരു യാത്രാ വിവരണമോ കവിതയോ നാടകമോ നോവലോ ചെറുകഥയോ ഒന്നുമല്ല. ഒരാത്മകഥയോ ഒരു ജീവചരിത്രമോ എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു പുസ്തകം. കാരണം ഈ പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക വിദ്യാഭ്യാസമോ മറ്റു ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ മറ്റൊരു വ്യക്തി എഴുതി. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ജീവചരിത്രമോ ആത്മകഥയോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരു കളങ്കവും കൂടാതെ പച്ചയായിട്ട് വിവരിച്ചിരിക്കുന്നൊരു പുസ്തകം. ഏറെ വേദനയോടെ, ഏറെ ഭയത്തോടെ, ഏറെ അറപ്പോടെ, എന്നാൽ അതിലേറെ സങ്കടത്തോടെ വായിച്ചു തീരുന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ചില പേജുകളിൽ വായിക്കുമ്പോൾ വേദന തോന്നിപ്പോവും. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ അനുഭവിച്ചോ? ചില പേജുകൾ വായിക്കുമ്പോൾ ഒത്തിരി അറപ്പ് തോന്നും, ഭീതി തോന്നും നമുക്ക്. ഒരു മനുഷ്യനാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യനിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇവൻ മനുഷ്യൻ തന്നെയാണോ എന്ന് തോന്നും. എന്നാൽ ഏറെ താമസിയാതെ മറ്റു പേജുകളിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ ചില മുറിപ്പാടുകളായ മനുഷ്യനെ വിശേഷിക്കുന്നു. ഒരിറ്റ് കണ്ണീര് വീഴാതെ നമുക്ക് ഈ പുസ്തകം അടച്ചു വെക്കാൻ പറ്റില്ല.
കാരണം ഒരു പുരുഷായുസിൽ ഒരു മനുഷ്യൻ ഇത്രയ്ക്ക് ഏറെ അനുഭവിക്കേണ്ടി വരുമോ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മൂലം ഒരു കുടുംബം ഇത്രയ്ക്ക് അനുഭവിക്കേണ്ടി വരുമോ? ഏറെ വിവരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് ഈ വ്യക്തി ആരാണെന്നൊന്ന് പറയാം. 1952 ഒക്ടോബർ 11 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തങ്കി എന്ന കടലോര ഗ്രാമത്തിൽ PDAക്കൽ മാത്യുവിൻ്റെയും റോസ മാത്യുവിൻ്റെയും മകനായി ജനിച്ച ബ്രദർ മാത്യു ആൽബിൻ ഇന്ന് ഏത് നിമിഷവും ഏറെ ആദരവുകളോടെ, ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, ഏറെ വാത്സല്യത്തോടെ പറയേണ്ട ഒരു പേര്. ഒരു കാലത്ത് രക്തം പുരണ്ട കൈകളുമായി നടന്നിരുന്ന ആൽബിൻ, ഇറച്ചി ആൽബിൻ എന്ന ഓമനപ്പേരിട്ട് വിളിക്കപ്പെട്ടിരുന്ന ആൽബിൻ ഇന്ന് ലോകം മുഴുവൻ ബ്രദർ മാത്യു ആൽബിൻ എന്ന സ്നേഹത്തോടെ മാത്രം പറയുന്ന ബ്രദർ മാത്യു ആൽബിൻ്റെ ജീവചരിത്രം, കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ, ആ പുസ്തകമാണ് നമ്മളിന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. ശരിക്കും ഏറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പുസ്തകം സാഹിതിയിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത്. ഏറെ നാളുകളായി പുസ്തകം പബ്ലിഷായിട്ട് ഇതിനോടകം തന്നെ നിരവധി പേർ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അധികം നാളായില്ല. അതുകൊണ്ടാണ് വായിച്ചു തീർന്നപ്പോൾ ഇത് സാഹിതിയിലിടണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇത് സാഹിതിയിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചതും. ഞാൻ ആദ്യം ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബ്രദർ മാത്യു ആൽബിൻ്റെ ജീവചരിത്രം, അല്ലെങ്കിൽ അഥവാ ആത്മകഥ, കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ. ഒരു കുഞ്ഞ് ജനിച്ച് ഏറെ നാൾ കഴിയും മുമ്പ് അവൻ്റെ അച്ഛൻ കൊല്ലപ്പെടുന്നു. മത്സ്യത്തൊഴിലാളിയായ മാത്യു PDAക്കൽ കടലിൽ വെച്ച്, വള്ളത്തിൽ വെച്ച് സഹപ്രവർത്തകരാൽ പങ്കായത്തിന് അടിയേറ്റാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ആരാണ് അദ്ദേഹത്തെ കൊന്നതെന്നോ എന്തിനു വേണ്ടിയായിരുന്നോ എന്നോ ഇന്നും അറിയില്ല. കാരണം അന്ന് ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. തന്നെയല്ല, അത്രയ്ക്ക് പണമുണ്ടായിരുന്ന ഒരു കുടുംബമല്ല മാത്യുവിൻ്റേത്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളിയായ മാത്യുവിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ മാത്യുവിൻ്റെ കൊലപാതകത്തെപ്പറ്റി അന്വേഷിക്കാനോ മാത്യുവിൻ്റെ ജീവിതത്തെപ്പറ്റി, ഇല്ലെങ്കിൽ ആ കുടുംബത്തിനൊരു സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി കൊടുക്കാനോ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ആ മരണം അജ്ഞാതമായിട്ട് അറിയപ്പെടുന്നു. പിതാവ് നഷ്ടപ്പെട്ട പിന്നെ ഈ കുടുംബം പോറ്റേണ്ട ജോലി, ആ ഉത്തരവാദിത്തം മാത്യുവിൻ്റെ ആൽബിൻ്റെ അമ്മയിലേക്ക് വന്നു ചേരുന്നു. ഏറെ കഷ്ടപ്പെട്ട്, വളരെയേറെ ബുദ്ധിമുട്ടി മക്കളെ വളർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പലപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ വയറ് നിറയുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പോലും ആ അമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞ് 11ാം വയസ്സിൽ ആൽബിൻ പഠനമൊക്കെ ഉപേക്ഷിച്ച്, സ്കൂളിൽ പോകാനുള്ള നിവൃത്തിയില്ല എങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തനിക്കെന്തെങ്കിലും ഒരു തൊഴിൽ വേണം. ആലോചിക്കുക, വയസ്സ് 11. ആ സമയത്താണ് ആ കുട്ടി കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് തനിക്കെന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് കരുതി കിട്ടാവുന്നതൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ഈ 11 വയസ്സുകാരന് എന്ത് ജോലി കൊടുക്കാനാണ്? ഇല്ല, ആര് ജോലി കൊടുക്കാനാണ്? സഹോദരങ്ങളുടെ വിശപ്പ്, അമ്മയുടെ നിറകണ്ണീർ, ഇതൊക്കെ ആൽബിനെ വല്ലാണ്ട് ഉലയ്ക്കുന്നുണ്ട്. തൊട്ടടുത്ത് എവിടെയെങ്കിലും കല്യാണം നടന്നാൽ ക്ഷണിച്ചില്ലെങ്കിൽ പോലും ആൽബിനും സഹോദരങ്ങളും അവിടെ പോകുമായിരുന്നു. അന്ന് വളരെ വേദനയോടെ ഈ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്: മക്കളെ, ആദ്യത്തെ പന്തിയിൽ ഇരിക്കരുത്, ഏറ്റവും അവസാനമേ ഇരിക്കാവൂ. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മക്കളോട് അമ്മ ആദ്യം ചോദിക്കുന്നത് വയറ് നിറച്ചെൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചോ എന്നായിരുന്നു. ആ പേജുകളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ വളരെ വേദന തോന്നും. ഈ ഒരു അനുഭവത്തിലാണ് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. ഒടുവിൽ ആൽബിൻ നാടുവിട്ടു പോകുന്നു. ചെന്നെത്തിപ്പെടുന്നത് തൃശ്ശൂരാണ്. അവിടെ തെരുവ് കുട്ടികളുടെ ഇടയിൽ പെടുന്നു. യാദൃശ്യമായി ആൽബിനെ അവിടുന്ന് ഒരു വ്യക്തി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു.
ഇതിനിടയ്ക്ക് പലതവണ പോലീസിൽ പിടിക്കപ്പെട്ടു. പോലീസുകാർ നല്ല രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി ആൽബിനെ രക്ഷപ്പെടുത്തുന്നു. അദ്ദേഹം വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ആദ്യം ചെയ്തത് എണ്ണ തേക്കാതെ പാറിപ്പറന്ന് കിടക്കുന്ന, കുളിച്ചിട്ട് തന്നെ ദിവസങ്ങളായ ആൽബിൻ്റെ മുടി അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് വെട്ടുകയാണ്. അതിന് കാരണം അദ്ദേഹം ആൽബിനെ മറ്റൊരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആ ബാർബർ ഷോപ്പിലെ ബാർബർക്ക് ആൽബിനെ കണ്ടിട്ട് അറപ്പാണ് തോന്നിയത്. ഇത് വെട്ടിത്തരില്ല, ഇങ്ങനെയുള്ള തെരുവ് പിള്ളേർക്ക് ഇരിക്കാനുള്ളതും ഉപയോഗിക്കാനുള്ളതൊന്നും അല്ല എൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ്. ആൽബിൻ്റെ ജീവിതത്തിലുടനീളം സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു. എവിടെ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഈ കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകളാൽ ആൽബിൻ്റെ മുടി വെട്ടി വൃത്തിയാക്കി അവനെ നല്ലവണ്ണം എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല മിടുക്കനാക്കി. എന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. കുറേയേറെ നാൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. പക്ഷേ പിന്നീട് ഈ കഥ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്മരണയിൽ ആൽബിൻ ഇന്നും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് പിന്നീട് ഞാൻ പറയാം. അവിടുന്ന് പോന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആൽബിൻ്റെ ജീവിതം ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സാത്താൻ്റെ പിടിയിലായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത ആൽബിൻ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം മുഴുവൻ വളരെ പ്രശസ്തനായ കവിയായ, സംഗീത അധ്യാപകനായ, ആലപ്പുഴയിലെ തന്നെ കൈനഗരി എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന പ്രശസ്തനായ കൈനഗരി അപ്പച്ചനോട് പറഞ്ഞിട്ട് അദ്ദേഹമാണ് കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് പുസ്തകം വായിക്കുമ്പോൾ ആൽബിൻ, ബ്രദർ മാത്യു ആൽബിൻ നമ്മളോട് സംസാരിക്കും പോലെ തോന്നുമെങ്കിലും അത് എഴുതിയിരിക്കുന്നത് ആൽബിൻ അല്ല, അല്ലെ ബ്രദർ അല്ല. അത് കൈനഗരി അപ്പച്ചൻ എന്ന പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ആൽബിന് വേണ്ടിയിട്ട് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ആത്മകഥയോ ജീവചരിത്രമോ എന്നോ നമുക്ക് വിശേഷിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞത്. എന്തു തന്നെയായാലും വളരെ ജീവിതഗന്ധിയായൊരു പുസ്തകം. വിഷയത്തിലേക്ക് വരാം. നാട്ടിൽ ഏറെ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയ ആൽബിൻ വരുന്നതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. കാരണം കുറച്ച് കാശൊക്കെ കയ്യിലുണ്ട്. അതിന് അന്ന് തൃശ്ശൂർ ഫാഷനാണെന്നുള്ള സ്റ്റൈലിൽ പ്രത്യേകം പാൻറ്റും വളരെ കളർഫുള്ളായ ഷർട്ടും ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ ആലപ്പുഴയിൽ ചേർത്തലയിൽ എത്തിയ ആൽബിനെ ഒരു കോമാളിയായിട്ടാണ് അവിടുത്തെ ആൾക്കാർ കണ്ടത്. പട്ടിണിയുടെ നടുവ് വട്ടത്തിൽ നിന്ന് അല്പം പൈസ ഉണ്ടായപ്പോൾ സഹോദരങ്ങളെയും അമ്മയും കാണാനെത്തിയ ആൽബിൻ അവൻ്റെ ആഗ്രഹപ്രകാരം ഇട്ട വേഷം അന്നത്തെ സമൂഹം കണ്ടറിഞ്ഞതൊരു കോമാളിയുടെ രൂപത്തിലായിരുന്നു. ഒരർത്ഥത്തിൽ അതും ഒരു വേദനയായിരുന്നു. പക്ഷെ പിന്നീട് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു, മേരി. വിവാഹിതനാകുന്നു ആൽബിൻ. പക്ഷേ എപ്പോഴൊക്കെയോ ആൽബിൻ്റെ ചിന്തകൾ, ആൽബിൻ്റെ ജീവിത രീതികൾ മാറി ശരിക്കും പാപത്തിൻ്റെ വഴിയിലേക്ക്. അത് വെറും പാപത്തിൻ്റെ വഴിയിലല്ല, ശരിക്കും നിഷ്ഠൂരമായ, കൊല ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇതിനിടയ്ക്ക് ചെറുപ്പത്തിൽ ആൽബിൻ പറഞ്ഞിട്ടുള്ള ഒരനുഭവം, വീട്ടിൽ ദാരിദ്ര്യം കാണിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത്. ഇറച്ചി കഴിക്കണമെന്ന് വളരെയേറെ ആഗ്രഹം തോന്നിയിട്ട് അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മാർഗ്ഗമില്ല ഇറച്ചി വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കാനുള്ള. അതിന് ഒരു ഇറച്ചിക്കടയിൽ ചെന്നിട്ട് അവിടുത്തെ ഇറച്ചി വെട്ടുകാരനോട്, ആ കടയുടെ ഉടമയെ അന്ന് മുഴുവൻ നിന്ന് സഹായിച്ചു കൊടുത്തു ആൽബിൻ. അപ്പോൾ പോരാൻ നേരത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു, നിനക്ക് എത്ര രൂപയാണ് കൂലി വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൽബിൻ പറയുന്നു, എനിക്ക് കൂലി പൈസയായിട്ട് വേണ്ട,
എനിക്കിത്തിരി ഇറച്ചി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് കൊതിയായിരുന്നു അത് കഴിക്കാനായിട്ടുള്ള. പക്ഷെ പകരം ആ ഇറച്ചി വെട്ടുകാരൻ ചെയ്തത് ഇറച്ചി കൊടുക്കാതെ കുറേ കുടലാണ് അരിഞ്ഞ് പൊതിഞ്ഞു കൊടുത്ത് വിടുന്നത്. പക്ഷെ അതൊന്നും ആൽബിൻ ചിന്തിച്ചില്ല. ഇല്ലെങ്കിൽ താനിങ്ങനെ ചതിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാതെ ഒരു നിധി കിട്ടിയ സന്തോഷത്തിൽ ഓടിക്കൊണ്ടുവന്ന് ഈ കുടൽ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഇത് വേവിച്ച് കൊടുക്കാൻ അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ, മുളക്, മസാല, അങ്ങനെയുള്ള സാധനങ്ങൾ ആ വീട്ടിലില്ല. തൊട്ടടുത്ത വീട്ടിൽ ഇതറിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് ആൽബിൻ ഓടിച്ചെന്നിട്ട് അവിടുത്തെ അമ്മയോട് ഇത്തിരി മുളക് പൊടി ചോദിക്കാം എന്ന് കരുതി ചെല്ലുന്ന ആൽബിൻ്റെ മുഖത്തേക്ക്, ദേഹത്തേക്ക് അവർ ചൂടുവെള്ളം കോരി ഒഴിക്കുകയാണ്. പുറത്തേക്ക് കളയുന്ന വെള്ളം ആൽബിൻ്റെ ദേഹത്തേക്കാണ് വീഴുന്നത്. ശരീരം മുഴുവൻ പൊള്ളി അടർന്നാണ് ആൽബിൻ വരുന്നത്. ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ, അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം, ഒരിത്തിരി ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹം ആ മനുഷ്യനെ കൊണ്ടെത്തിച്ചത് ഈ അവസ്ഥയിലായിരുന്നു. ഇത് ഇങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിലൂടെയാണ് ആൽബിൻ എന്ന വ്യക്തി വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ തോന്നിയ പക, സമൂഹത്തിനോടുണ്ടാകുന്ന പക, കൊടിയ വിശപ്പ്, ദാരിദ്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഇദ്ദേഹത്തെ ഈ തെറ്റായ വഴിയിലേക്ക് നയിച്ചതും ആ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് ചാടിയതും. ഒടുവിൽ പല തവണ പോലീസ് പിടിച്ചു. പോലീസ് അതിക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. ശരിക്കും എന്താ പറയുക, പലതവണ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോഴും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ അവർ മർദ്ദിച്ച് വിടുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ ഒരു അവജ്ഞയോടെ സമൂഹം കാണുന്ന ഒരു രീതിയിലേക്ക് ആൽബിൻ്റെ കുടുംബം എത്തിപ്പെടുകയാണ്. ആൽബിൻ്റെ ഭാര്യയോട്, അവർക്ക് ഭാര്യ മേരിയോട്, അവർക്ക് ജനിച്ച 3 മക്കളോട്, ഇവരോടൊന്നും സമൂഹത്തിൽ ആരും സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ മേരിയോട് ആരും മിണ്ടില്ല. അല്ല, കുർബാനയ്ക്കൊക്കെ പങ്കെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആരും സംസാരിക്കില്ല. സംസാരിച്ചാൽ തന്നെയും ഒരു ഭീതിയോടെ ആൽബിൻ്റെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നും കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന മേരി. അപ്പോഴും ഉള്ളിലൊരു വിശ്വാസം, അടിയുറച്ച ദൈവവിശ്വാസിയായ മേരി പറയുന്നത് ഒരിക്കൽ അദ്ദേഹം നല്ലവനായി തിരിച്ചു വരും, അതിന് മാതാവ് അനുഗ്രഹിക്കും എന്ന് തന്നെയായിരുന്നു മേരിയുടെ ഉള്ളിലുള്ള അടിയുറച്ച വിശ്വാസം. ആ അടിയുറച്ച വിശ്വാസം തന്നെയാവാം ഒരുപക്ഷെ മേരി ആഗ്രഹിച്ചതുപോലെ തന്നെ ആൽബിൻ തിരിച്ചെത്തിയത്. ആൽബിൻ്റെ ഈ മാറ്റത്തിന് കാരണമുണ്ടാക്കിയത് പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല കാര്യങ്ങളിലുമൊക്കെ ആൽബിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. പല കൊലപാതകങ്ങളുടെ കഥകൾ പറയുമ്പോഴും ആൽബിൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു ഹർത്താലിനോടനുബന്ധിച്ച് പോലീസ് വാഹനത്തിന് കല്ലെറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആൽബിനെ സമീപിക്കുകയും ആൽബിൻ അതിന് വാക്കുകൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തു. ഇരുട്ടിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് കല്ലെറിഞ്ഞു വണ്ടിക്ക്. പക്ഷേ അത് പോലീസ് ജീപ്പ് ആയിരുന്നില്ല, അത് മറ്റൊരു വാഹനമായിരുന്നു. കല്ലേറ് കൊണ്ടത് ആ വാഹനത്തിലിരുന്ന ഒരു കുഞ്ഞിനായിരുന്നു. ആ കുഞ്ഞിൻ്റെ തല മാരകമായി പൊട്ടി ചോര വാർന്നൊലിച്ചു. അത് ആൽബിനുണ്ടാക്കിയ വേദന വളരെ വലുതായിരുന്നു. എന്തിനു വേണ്ടിയാണ് താനിത് ചെയ്യുന്നത്, ഇതുകൊണ്ട് തനിക്ക് എന്താ നേടാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ആ നിമിഷം തന്നെ ഇവൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു സാത്താൻ്റെ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാം, അത് പെട്ടെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. വീണ്ടും ഇതേ മാർഗത്തിലേക്ക് തന്നെ ഇറങ്ങുന്നു. ഒടുവിൽ ആൽബിനെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ ഭയത്തോടെ മാത്രം നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ആൽബിന് ശത്രുക്കളേറെയായി. പല ഗ്രൂപ്പും, ഇതുപോലെ തന്നെയുള്ള ഗ്രൂപ്പുകൾ ആൽബിനെ വധിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പിടിയിൽ നിന്ന് പല തവണയും തലനാരിയുടെ വ്യത്യാസത്തിലാണ് ആൽബിൻ രക്ഷപ്പെട്ടു വരുന്നത്.
ചില സമയത്തൊക്കെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ടുള്ള സമയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ വളരെ യാദൃശ്യമായി ആൽബിൻ രക്ഷപ്പെടുന്നുണ്ട്. ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ വരുന്നു, ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു, സെൻട്രൽ ജയിലിൽ വരുന്നു. അവിടെ വരുമ്പോൾ തന്നെ ക്രൂരമായ മർദ്ദനം ആയതുകൊണ്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ജയിലിലുള്ള ഇത് സഹതടവുകാരുടെ മർദ്ദനം ഇതൊക്കെ വന്ന് മാനസികമായും ശാരീരികമായും ആകെ തളർന്നു. ഇതിനേക്കാളൊക്കെ രസകരമായൊരു കാര്യം ഇല്ല, നമ്മൾ വളരെ വേദനയോടെ ഓർക്കേണ്ട, രസകരമെന്ന് പറയാൻ പറ്റില്ല, വളരെ വേദനയോടെ ഓർക്കേണ്ട ഒരു കാര്യം, സമൂഹം വെറുക്കപ്പെട്ടൊരു കുടുംബം, ആ കുടുംബത്തിലെ ഗൃഹനാഥൻ ഈ അവസ്ഥയിലായി, അദ്ദേഹമാണെങ്കിൽ ജയിലിലുമാണ്. 3 മക്കളെയും കൊണ്ട് മേരി, ആൽബിൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ അതേ അവസ്ഥയിലായി മേരി. കാരണം ആൽബിൻ്റെ അച്ഛൻ മാത്യു മരിച്ചതിന് ശേഷം ആൽബിനെയും സഹോദരങ്ങളെയും വളർത്താൻ ആൽബിൻ്റെ അമ്മ റോസ എന്ത് പാടുപെട്ടോ അതിൻ്റെ ഇരട്ടി കഷ്ടപ്പെടുകയാണെന്ന് മേരിയുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. കാരണം മാത്യു മരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു കൊലപാതകി ഇല്ലെങ്കിൽ ക്രൂരനായ ഒരു മനുഷ്യൻ്റെ വീട് എന്നൊരവസ്ഥയില്ലായിരുന്നു. ആ നാട്ടിൽ പ്രമാണി അവിടുത്തെ എന്താ പറയുക, ക്രിസ്മസിനെന്തോ അദ്ദേഹത്തിന് കൊണ്ട് കാഴ്ച വയ്ക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അവരുടെ കുടിയെടുപ്പുകാരെല്ലാവരും അങ്ങനെ ചെയ്യണം. അതാണ് അന്നത്തെ കീഴ്വഴക്കം. അപ്പോൾ ഈ പ്രമാണിയുടെ ഒരു കുടിയെടുപ്പുകാരി ആയതുകൊണ്ട് റോസയും എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ മിനിമം 2 താറാവിനെയെങ്കിലും കൊണ്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു അന്നത്തെ കീഴ്വഴക്കം. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു താറാവിനെയുമായിട്ടാണ് റോസി ആൽബിനുമായിട്ട് അന്ന് ഈ പ്രമാണിയുടെ വീട്ടിൽ ചെല്ലുന്നത്. പക്ഷേ അയാളത് തിരിച്ച് റോസിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെ വന്ന ആൽബിൻ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ആൽബിൻ്റെ അമ്മ എന്തനുഭവിച്ചോ അതിൻ്റെ 10 മടങ്ങായിട്ടാണ് ആൽബിൻ്റെ ഭാര്യ മേരി ഈ മക്കളെ പോറ്റാൻ പാടുപെടുന്നത്. ഇത് ആൽബിൻ തിരിച്ചറിയുന്നുണ്ട്, ആൽബിൻ അറിയാം. കാരണം സമൂഹം വെറുത്തു. പള്ളിയിൽ ചെന്നാൽ പോലും അച്ഛനോ ഇല്ലെങ്കിൽ അതുപോലുള്ളവരാരെങ്കിലും സംസാരിക്കുന്നതല്ലാതെ മേരിയോട് മിണ്ടാൻ ആരുമില്ല. ഇതൊക്കെ ഈ മനുഷ്യൻ്റെ ഉള്ളുലയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് ഫാദർ ജോർജ് കുറ്റിക്കൽ എന്ന് പറയുന്ന, പിന്നീട് ആൽബിൻ ഒരച്ഛനേക്കാൾ ഏറെ സ്വന്തം പിതാവിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന കുറ്റിക്കൽ അച്ഛനെന്ന് വിശേഷിപ്പിക്കുന്ന ഫാദർ ജോർജ് കുറ്റിക്കലിനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ സാമീപ്യമാണ്. ഇറച്ചി ആൽബിൻ എന്ന വ്യക്തിയെ ബ്രദർ മാത്യു ആൽബിൻ എന്ന എന്താ പറയുക ദൈവിക തുല്യനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ആൽബിൻ അനുസരിക്കുകയും പിന്നെ നിരന്തരമായ പ്രാർത്ഥനയായി തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നിരന്തരമായ പ്രാർത്ഥന. ജയിൽ അധികൃതർക്ക് തന്നെ അതിശയം തോന്നിപ്പോകുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും തിരിച്ച് പ്രതികരിക്കാതെ ക്ഷമയോടെ അത് കൊള്ളുന്നു. ഒടുവിൽ ആ നല്ല നടപ്പ് കണ്ടിട്ട് 2 വർഷം മുന്നേ, കാലാവധി തീരുന്നതിന് 2 വർഷം മുന്നേ ജയിൽ മോചിതനാവുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ പ്രകാരം തന്നെ ജയിൽ മോചിതനായി തിരിച്ചു വരുന്നു. മറ്റ് 2-3 സഹതടവുകാർക്കൊപ്പം ആൽബിൻ വരുന്നു. ഏറെ സന്തോഷത്തോടെയൊക്കെയാണ് മേരി പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒരു കൺവെൻഷൻ ഹാളിലേക്ക് കുറ്റിക്കലച്ചൻ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടതിൻ്റെ സാക്ഷ്യം പറയുന്നു. തിരിച്ചു വന്ന ആൽബിൻ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒത്ത് ഒരു ഗൃഹസ്ഥാശ്രമ ആ ഒരു ജീവിതം, ഒരു കുടുംബനാഥൻ്റെ ജീവിതമല്ലായിരുന്നു നയിച്ചത്.
ഇവിടെയാണ് ജീവിതത്തിൻ്റെ അടുത്ത ടേണിംഗ് പോയിൻറ്റ്. അവിടെ വെച്ചൊരു തിരിച്ചറിവ്, ആ ജയിലിൽ നിന്നുണ്ടായ ഒരു തിരിച്ചറിവിലാണ് ഈ മനുഷ്യൻ വരുന്നത്. തൻ്റെ ജീവിതം ഇത്രയും നാൾ എന്തായിരുന്നു, ഏതൊക്കെ അഴുക്കുചാലുകളിലൂടെയാണ് താൻ നീന്തി തുടിച്ചത്, ദൈവം നൽകിയ ഒരു ജീവിതം താൻ എന്തിനാണ് വിനിയോഗിച്ചത്, അത് ശരിയായ പാതയായിരുന്നോ? അല്ല. ആ അല്ല എന്നുള്ള തിരിച്ചറിവിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു. മേരിയോട് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുന്നു. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് മേരി. ഇത്രയും കാലത്തിന് ശേഷം ഭർത്താവ് തിരിച്ചു വരുന്നു, കുഞ്ഞുങ്ങൾക്ക് അപ്പൻ തിരിച്ചു വരുന്നു, ആ സന്തോഷത്തിൽ. പക്ഷേ ഭാര്യയും മക്കളെയും ഒക്കെ ആശ്വസിപ്പിച്ച് നിർത്തിയിട്ട് എൻ്റെ ജീവിതം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. എങ്ങോട്ടേക്ക്? പുന്നപ്രയിലുള്ള ഒരു സ്ത്രീയെ കാണുന്നു. അവർ കൊടുത്ത വീട്ടിൽ വാടകയ്ക്കാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു ആശ്രമം പോലെ ഒരു ജീവിതം തുടങ്ങുന്നു. അവിടേക്ക് ഒരാളെ അദ്ദേഹം മനോവൈകല്യമുള്ള ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ ചെന്നപ്പോൾ ആൽബിൻ്റെ മുടി ഒരാൾ വെട്ടിക്കൊടുത്തത്, അതുപോലെ ഈ മനുഷ്യൻ്റെ മുടി ആൽബിൻ വെട്ടുകയാണ്, ആൽബിൻ്റെ സ്വന്തം കൈകളാൽ. അദ്ദേഹത്തെ ക്ഷൗരം ചെയ്ത് മുടി വെട്ടി വൃത്തിയാക്കി സ്വന്തം കരങ്ങളാൽ കുളിപ്പിച്ച് ആ മനോരോഗിയെ പരിചരിക്കുകയാണ്. പിന്നീട് അത് 2, 3, 4 കുറേ അധികം അന്തേവാസികളായി. പക്ഷേ അതിനകത്തൊരു വലിയ ദുരന്തമെന്ന് പറയുന്നത് ഇവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കണം, അവർക്കുള്ള മരുന്ന് വാങ്ങണം. ഇതിനൊന്നും വരുമാനം ആരും എങ്ങുന്നുമില്ല. ആൽബിനെ സഹായിക്കാൻ ആരുമില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി. എന്ത് ചെയ്യും എന്നറിയുന്നില്ല. ഈ അവസരത്തിലാണ് പുന്നപ്ര കടപ്പുറത്ത് ചാകര വരുന്നത്. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് ആകെയുള്ള കൈമുതൽ. അപ്പോൾ ആൽബിൻ പറയുന്നുണ്ട്, ദൈവം നമ്മളെ കൈവിടില്ല, വിഷമിക്കേണ്ട. പുന്നപ്ര കടപ്പുറത്ത് വരുന്നു. അവിടെ വെച്ച് മറ്റുള്ളവരുടെ ഒരു പരിചയമില്ലാത്തവരുടെക്കലും ഒരു ബന്ധവുമില്ലാത്തവരുടെക്കലും ഈ മാനസിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ആൽബിൻ ചെന്ന് കൈനീട്ടുകയാണ്, ഭിക്ഷയാചിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെന്നാണ് പറയുന്നത്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തരണം. അങ്ങനെ പലരും കൈയയച്ച് സഹായിച്ചു, അവർക്കൊക്കെ ഭക്ഷണമായി. പക്ഷേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേ സ്ത്രീ തന്നെ വന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലം, ഈ വീട്ടിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കുകയാണ്. ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനെ പകച്ചു നിൽക്കുന്ന ആൽബിന് വീണ്ടും ഒരു സാഹചര്യം ഒരുങ്ങുന്നു. അവിടെ സർവോദയ ശാന്തി ഭവൻ എന്ന പേരിൽ അദ്ദേഹം ഒരു സംഘടന, ഒരു ദൈവിക സംഘടന എന്ന് തന്നെ പറയാം, രൂപീകരിക്കുകയും അവിടെ നിന്ന് അനാഥരായ മാനസിക വൈകല്യമുള്ളവരെ ഒക്കെ കൊണ്ടുവന്ന് പരിചരിക്കുന്നു. ആ പരിചരണത്തിലൊക്കെ വളരെ വിചിത്രമായൊരു കാര്യം, അവിടെ ഒരു AC മുറി വെച്ചിട്ട് ഇല്ലേ, ഞാനിതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് എന്നുള്ള രീതിയിൽ ഒരു സ്യൂട്ടും കോട്ടും ഒക്കെ ഇരിക്കുന്ന ആൽബിനല്ല നമ്മൾ കാണുന്നത്. കൊണ്ടുവരുന്ന അന്തേവാസികളെ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെ ക്ഷൗരം ചെയ്ത് മുടി വെട്ടി വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത്, സ്വന്തം കൈകളാൽ എടുത്ത് കഴിക്കാൻ പറ്റാത്തവർക്ക് ആൽബിൻ വാരി കൊടുക്കുന്നു, വാരി കൂട്ടുന്നു. പക്ഷേ ഏറ്റവും വിചിത്രമായൊരു കാര്യം, അതും കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ കൊണ്ടുവരുന്ന മാനസിക രോഗികളിൽ ചിലർ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇവർ ഏത് ക്യാരക്ടറാണെന്ന്. അപ്പോൾ അക്രമാസക്തരാകുമോ, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ആദ്യം ഒരു ദിവസം ഇല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഇവരെ ഒന്ന് ചങ്ങലയിൽ പൂട്ടിയിടാറുണ്ട്. ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ സർവോദയ ശാന്തി ഭവനിലെത്തുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ്റെ രൂപം ഇന്നും ആൽബിൻ്റെയും ഈ സർവോദയ ശാന്തി ഭവനിലെ ഓരോ അംഗങ്ങളുടെയും മനസ്സിലുണ്ട്. കാരണം മുടി നീട്ടി വളർത്തി, താടി നീട്ടി വളർത്തി, മെലിഞ്ഞ ശരീരവുമായി വന്നെത്തിയ ആ മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ തനി രൂപമായിരുന്നു. അദ്ദേഹം വരുന്നു, ഒരു അന്തേവാസിയായിട്ട് തന്നെ അവിടെ എത്തി. അദ്ദേഹത്തെയും ആൽബിൻ അന്ന് രാത്രി പൂട്ടിയിടുക. ആ മനുഷ്യൻ്റെ രൂപം
യേശുക്രിസ്തുവിനോട് സാമീപ്യമുള്ള ആ രൂപം, പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഇതെല്ലാം ആൽബിൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ നിസ്സാരമായിരുന്നില്ല. തന്നെയല്ല, പുലർച്ചെ അവർ നോക്കിയപ്പോൾ അദ്ദേഹത്തെ കാണുന്നുമില്ല. ഇന്നും സർവോദയ ശാന്തി ഭവനിൽ നമുക്ക് എന്നാൽ കാണാം, ആ ചങ്ങല ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നും പലരും വന്ന് ആ ചങ്ങലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് എത്ര പേര് വിശ്വസിക്കുമെന്നോ ഇല്ലെങ്കിൽ എത്ര പേര് അവിശ്വസിക്കുമോ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അങ്ങനൊരു സംഭവം ഇന്നും സർവോദയ ശാന്തി ഭവനിലുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അത് ഒരു ദൈവിക സ്പർശമായി തന്നെ ആൽബിൻ കരുതുന്നു. പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിൽ ആ മനുഷ്യൻ്റെ ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ വ്യക്തമാകും. ഇത് എന്താ പറയുക, ഒരു മനുഷ്യന് ഏറ്റവും ക്രൂരമായി ജീവിക്കുക, അതേ മനുഷ്യന് ഇങ്ങനൊരു മാനസാന്തരം ഉണ്ടാകുക, ശരിക്കും നമുക്ക് വളരെ അത്ഭുതം തോന്നും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ബ്രദർ മാത്യു ആൽബിൻ പറയുന്നൊരു വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെ ഇന്നും നെഗറ്റീവ് അർത്ഥത്തിൽ കാണുന്ന പലരുമുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദന. ഇത് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു പ്രവൃത്തി അല്ല ബ്രദർ മാത്യു ആൽബിൻ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവർക്ക് തൊടാൻ അറയ്ക്കുന്ന വ്രണങ്ങളാൽ വന്ന് പഴുത്ത് ആകെ എന്താ പറയുക, നമ്മൾ കണ്ടാൽ പോലും പേടിക്കുന്ന അറയ്ക്കുന്ന രോഗികളെ വന്നെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്ന് ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത്, ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വാരിക്കൊടുത്ത് അവരെ പരിചരിച്ച് മാക്സിമം അവരെ സുഖപ്പെടുത്തി, അവരുടെ ആ പരിചയത്തിലോ ബന്ധത്തിലോ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ തിരിച്ചേൽപ്പിച്ച്, എത്രത്തോളം ഇനി അതല്ല ആരുമില്ലാത്തവരാണെങ്കിൽ ആ മരണകാലം വരെ ആ ആശ്രമത്തിൽ, സർവോദയ ശാന്തി ഭവൻ എന്ന ആശ്രമത്തിൽ താമസിക്കാനായിട്ട് താമസിപ്പിക്കാൻ തയ്യാറാകുന്നൊരു മനുഷ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂട്ടും കോട്ടും ഇട്ട് AC മുറിയിലൊന്നും ഇരുന്നല്ല അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. കാഷായ വസ്ത്രം ധരിച്ച്, കാവ്യ വസ്ത്രം ധരിച്ച്, അതിന് പുറത്തായി ഒരു കൊന്തമാല ഇട്ട് ഒരു സാധാരണക്കാരനായി ഇന്നും ജീവിക്കുന്ന ബ്രദർ മാത്യു ആൽബിൻ. ഒരു അത്ഭുതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നിറയെ സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമുദായിക പ്രവർത്തകരൊക്കെ അവിടെ വരാറുണ്ട്, അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളൊക്കെ കിട്ടി. ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ വാങ്ങുന്നത്. അതൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യം എന്നുള്ള രീതിയിൽ, അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, അതങ്ങനെ കിടക്കും എന്നുള്ള രീതിയിൽ മാത്രം കാണുകയും വരുന്നവരോടൊക്കെ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരണം, അവർക്ക് വേണ്ടി ഭിക്ഷയാചിക്കാൻ ഒരു മടിയുമില്ല. ഈ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഒരിക്കലും ആൽബിൻ്റെ കുഞ്ഞുങ്ങളല്ല, സർവോദയ ശാന്തി ഭവനിലെ എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ അന്തേവാസികളും ആൽബിന് സഹോദരങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങളെന്നും എൻ്റെ സഹോദരങ്ങളെന്നുമേ പറയാറുള്ളൂ. അവർ മറ്റൊരാളാണ് എന്ന് കരുതാൻ ഇന്ന് ആൽബിന് കഴിയുന്നില്ല. ഇടയ്ക്ക് മേരി മക്കളെയുമായിട്ട് ആശ്രമത്തിൽ വരികയും തുടർന്നുള്ള അവരുടെയും ജീവിതം ബ്രദർ മാത്യു ആൽബിനോടൊപ്പം തന്നെ, ഭർത്താവ് ഇപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ വഴികളിലാണ് എന്ന് തിരിച്ചറിഞ്ഞ മേരി അദ്ദേഹത്തിന് എല്ലാ സഹായവുമായി ഒപ്പമുണ്ട്. ആ കുട്ടികളും ഒപ്പമുണ്ട്. അവർ തിരിച്ചറിയുന്ന സന്തോഷത്തിൻ്റെ വഴികൾ, അതായത് ഒരുപക്ഷേ മേരിയുടെ ഒരു ഭർത്താവായി, മക്കളുടെ അപ്പനായി ഒരു കുടുംബജീവിതം നയിച്ചിരുന്നുവെങ്കിൽ പോലും അവർക്കാർക്കും ഇത്രയും സന്തോഷം വരില്ലായിരുന്നു. അതിനേക്കാളേറെ സന്തോഷത്തിലാണ് ഇന്ന് ആ കുടുംബം. കാരണം അവരിന്ന് ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, ആരോരുമില്ലാത്ത അശരണരായ ഒരു സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ അനുഭവക്കുറിപ്പുകളാണ് കാരുണ്യത്തിൻ്റെ കനൽ വഴികളെന്ന ഈ പുസ്തകം. ആ പുസ്തകം വായിക്കുമ്പോൾ ജീവിതത്തിൻ്റെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. തൻ്റെ മുൻ അനുഭവങ്ങൾ, ഏത് വഴികളിലൂടെയാണ് താൻ നടന്നു വന്നത്, എത്രത്തോളം പാപിയായിരുന്നു താൻ എന്ന് ജനം തിരിച്ചറിയണം. വരും തലമുറ അറിയണം, ഇന്നത്തെ യുവജനങ്ങൾ അറിയണം എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പറയുന്നതും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതും. വായനയെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ വായിക്കുക, വായിക്കാനായി തിരഞ്ഞെടുക്കുക കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ. ഒരു മനുഷ്യനെ എന്താ പറയുക, ചെകുത്താനിൽ നിന്ന് ദൈവത്തിലേക്ക്, അല്ലെ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ഉള്ളൊരു പരിണാമം, അങ്ങനെ വിശേഷിപ്പിക്കാം. നമുക്കത് കാണാൻ പറ്റും. വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളിടയിൽ ഇങ്ങനൊരു മനുഷ്യനുണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനൊരു മനുഷ്യനുണ്ട് എന്ന് നമുക്ക് വളരെ അത്ഭുതത്തോടെ, ആദ്യം അറപ്പോടും ഭീതിയോടുമാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഏറെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, അഭിമാനത്തോടെ നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും. ബ്രദർ മാത്യു ആൽബിൻ അങ്ങനൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിത അനുഭവക്കുറിപ്പുകളാണ് കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ. വായിക്കുക. കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ സാഹിത്യയിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അങ്ങനെ വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ പുസ്തകം നൽകിയിട്ട് എന്തിനാണ് നീ നിർബന്ധമായി ഇത് വായിച്ചിരിക്കണം? ഒത്തിരി ജീവചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ലോകം കീഴടക്കാൻ വേണ്ടി നാസി പട്ടാളത്തിൻ്റെ തലവനായിരുന്ന ജർമ്മനിയുടെ കീഴിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച അഡോൾഫ് ഹിറ്റ്ലർ, പിന്നെ ലോകം എന്നും ക്രൂരതയുടെ പര്യായമായി കണ്ട ഈദി അമീൻ, അങ്ങനെ എത്രയോ പേരുടെ ജീവിത കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ സ്വാർത്ഥത, അതൊന്നും ആയിരുന്നില്ല ആൽബിൻ. അവനെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ വളരെ വേദനയോടുകൂടി മാത്രം നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം. ഏറ്റവും ഒടുവിൽ ആ മനുഷ്യൻ എവിടെ എത്തി? ഒരു മനുഷ്യനിങ്ങനെ മാറാൻ കഴിയുമോ? ദൈവത്തിൻ്റെ കരങ്ങളാൽ, ദൈവത്തിൻ്റെ സ്പർശനം ആ ശിരസിലേറ്റു, ഇല്ലെങ്കിൽ ആ ശിരസിൽ പതിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ തുടർന്ന് ഇങ്ങോട്ടുള്ള ജീവിതം. അത് സാഹിത്യയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. എൻ്റെ സഹോദരങ്ങളെല്ലാവരും കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകം വായിക്കുക. കഴിയുമെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് സർവോദയ ശാന്തി ഭവൻ. ആ പുസ്തകത്തിലെ അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്. സന്ദർശിക്കാൻ കഴിയുന്നവർ അവിടെ നിന്ന് സന്ദർശിക്കുക. നമ്മളാൽ കഴിയുന്ന സഹായം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നാദം ബുക്സാണ്, ആലപ്പുഴ നാദം ബുക്സാണ് കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്കേറെ ഇഷ്ടം തോന്നി. അതോടൊപ്പം തന്നെ ജോൺ പൂക്കോയ് സാറിന് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കാണിച്ച മനസ്സ്, അത് എഴുതാൻ കാണിച്ച മനസ്സ്, കൈനകരി അപ്പച്ച സാറ്, എല്ലാവർക്കും ഒത്തിരി നന്ദി, അഭിനന്ദനങ്ങൾ. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എൻ്റെ സഹോദരങ്ങളെല്ലാവരും തന്നെ ഈ പുസ്തകം വായിക്കുക. നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും ഒരു നല്ല പുസ്തകമായി സാഹിത്യത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.